അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ടാങ്ക് ഓസ്കാറിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകണം. അപ്പം നോക്കിയാൽ വെള്ളം ആകെ കലങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 2 മാസത്തിന് പുറത്തായി വെള്ളം ക്ലീൻ ചെയ്തിട്ട്. അപ്പം ഇതിലൊരു 80% വാട്ടർ മാറ്റിയിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ കലക്കൊക്കെ മാറണം. അപ്പോൾ ആകെ അലമ്പായിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനത് ഈ കരടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ട്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബ് വെച്ചിട്ട് ഇതിലത്തെ മെയിനായിട്ട് കാണുന്ന കരട് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ പൂർണ്ണമായിട്ടും വെള്ളം മാറ്റും. എപ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ ഈ വലിയ വലിയ പാർട്ടിക്കിൾസ് എപ്പോഴും നമ്മൾ സക്ക് ചെയ്തിങ്ങനെ കളയണം, അല്ലെങ്കിൽ നമ്മൾ വെള്ളം മാറ്റുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല. ഈ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന വെള്ളം എപ്പോഴും കലങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെള്ളം മാറ്റുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനത്തെ വലിയ വലിയ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ മീനിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ്, കാഷ്ടങ്ങളാണ്, പിന്നെ തീറ്റ കൊടുത്തതിൻ്റെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്ത് കളയണം. എന്നിട്ട് വേണം ബാക്കി വരുന്ന വെള്ളമൊക്കെ കളയാൻ. നമ്മളിപ്പോൾ ഇന്നത്തെ വെള്ളം ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഇപ്പോൾ ഞാൻ ഫിൽറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫിൽറ്റർ ഓൺ ആയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾമോസ്റ്റ് വരുന്ന ചെറിയ ചെറിയ പാർട്ടിക്കിൾസൊക്കെ ക്ലീൻ ചെയ്ത് വെള്ളം കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആക്കി വയ്ക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഫിൽറ്റർ ഓൺ ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സുഹൃത്ത് അപ്പുറത്ത് പോയിട്ടുണ്ട്, വിയറ്റ്നാം വരയിൽ. അവൻ നല്ല കമ്പനി നമ്മളായിട്ട്. എല്ലാ മീനുകളും ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആർക്കും വലിയ കുഴപ്പമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പൊതുവെ ഫുള്ളായിട്ടുള്ള വെള്ളം മാറ്റി കഴിഞ്ഞാൽ ഈ ഓസ്കാറുകൾക്കൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നതാണ്. സൈഡ് ചെരിയുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അതിൽ കീപ്പ് ചെയ്തിട്ടുള്ളത് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നമ്മുടെ വിയറ്റ്നാം വരാൽ വരുന്നുണ്ട്.